ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനവ്. എന്തെല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, ഫ്ലിപ്കാർട്ടിലൊക്കെ തന്നെ ഇപ്പോൾ സെയിൽ, മൊബൈൽ ഫോൺസിന് അത്യാവശ്യം സെയിൽ, അതായത് അതിൻ്റെ പേര് എന്ന് പറയുന്നത് മന്ത് എൻഡ് മൊബൈൽ ഫെസ്റ്റിവ്സ് എന്ന് പറയുന്നൊരു സെയിൽ 27-ാം തീയതി തൊട്ട് 31-ാം തീയതി വരെ, അതായത് മന്ത് എൻഡ് സെയിലാണ്. അപ്പം അതിൽ അത്യാവശ്യം ഓഫേഴ്സ്, ഒരു ഡീസൻറ്റ് ഓഫേഴ്സൊക്കെ വരുന്നുണ്ട്. വലിയ ഗംഭീര ഓഫേഴ്സൊന്നുമില്ല, ഒരു ചെറുതായിട്ടുള്ള പ്രൈസൊക്കെ എന്തായാലും ഫോണിനൊക്കെ വരുന്നുണ്ട്, ബാങ്ക് ഓഫറൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഫോൺസൊക്കെ വാങ്ങാൻ വേണ്ടി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത മാസത്തേക്ക് വെയിറ്റ് ചെയ്യേണ്ട, ഈ മാസം ലാസ്റ്റ് തന്നെ വാങ്ങിച്ചോളൂ. പുതിയ ഫോൺസൊക്കെ വെയിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാങ്ങേണ്ട ആവശ്യമില്ല, അടുത്ത മാസം വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ വാങ്ങിച്ചോളൂ, അത്യാവശ്യം ചെറിയ പൈസെങ്കിലും എന്തായാലും കുറയും. അതുപോലെ തന്നെ നെത്തിങ്ങിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ട്, നെത്തിങ് ഫോൺ 3A അടുത്ത മാസമല്ല, മാർച്ചിൽ, അടുത്ത മാസം ഫെബ്രുവരി ആണല്ലോ, മാർച്ച് 4-ാം തീയതിയാണ് ഒരു ലോഞ്ച് ഇവൻറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ദിവസം നെത്തിങ് ഫോൺ 3A ലോഞ്ച് ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊരു ചെറിയൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തായാലും ഇതിലും ലൈറ്റ് കത്തും, അതിൽ നോ ഡൗട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഇപ്പം ലീക്സ് ആൻഡ് റൂമേഴ്സും പറയുന്ന അനുസരിച്ച് ഇതിൽ വരുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 3 എന്ന ചിപ്സെറ്റ് ആയിരിക്കും ഈ ഒരു ഫോണിന് വരുന്നത്. പിന്നീട് ഒരു 6.8 ഇഞ്ചിൻ്റെ ഒരു OLED ഡിസ്പ്ലേ വരും, 5000 mAh ബാറ്ററി, 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഉണ്ടാവും. അതുപോലെ തന്നെ ടെലിഫോട്ടോ ലെൻസും കൂടെ റിയറിൽ കാണും. അതൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു പ്രൈസ് പോയിന്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ നെത്തിങ് ഫോൺ 3A മാർച്ചിൽ വരുന്നുണ്ട്, ഒഫീഷ്യലായിട്ട് അത് കൺഫേം ചെയ്തിട്ടുണ്ട്. ഡിസൈനും ഈ ഒരു ഇതിലുള്ള ക്യാമറ മോഡുകളാണെന്നും പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം, ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ എന്തായാലും അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്തായാലും നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ അപ്കമിങ് ഫോൺസ്, അടുത്ത മാസം ഫെബ്രുവരി മാസം വരാൻ വേണ്ടി പോകുന്നൊരു അപ്കമിങ് ഫോൺസിൻ്റെ വീഡിയോസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിലും ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്, പോയിട്ട് നോക്കുക. അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഫോൺസ് അടുത്ത മാസം വരുന്നുണ്ട് കേട്ടോ. ഈ മാസം പോലെ തന്നെ ഈ മാസം ഒരുപാട് ഫോൺസ് ഇറങ്ങിയില്ലേ, അപ്പോൾ അടുത്ത മാസവും അങ്ങനെ ഒരുപാട് ഫോൺസ് ഇല്ല, കമ്പാരിറ്റീവ്ലി കുറവാണ്, എന്നാലും അത്യാവശ്യം ഫോൺസും അടുത്ത മാസം വരുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില മോഡൽസൊക്കെ വരുന്നുണ്ട്. അതിൽ എസ്പെഷ്യലി ഓപ്പോയുടെ Find N5 എന്ന് പറഞ്ഞൊരു ഫോൾഡബിൾ ഫോൺ, ഏറ്റവും തിക്നെസ് കുറഞ്ഞൊരു ഫോൾഡബിൾ ഫോണാണ്, അത് വരുന്നുണ്ട് അടുത്ത മാസം തന്നെ. പിന്നീട് DeepSeek എന്ന് പറഞ്ഞ പുതിയൊരു AI വന്നിട്ടുണ്ട്, അതായത് ചൈനീസ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അപ്പം ഇവർ, അതായത് ChatGPT പോലെ തന്നെയാണ്. അപ്പോൾ ChatGPT മന്ത്ലി ഒരു $20 ഒരു പ്ലാനാണ് കൊടുക്കുന്നത്, എന്നാൽ മാത്രം ഒരു എക്സ്റ്റൻഡ് ആയിട്ടുള്ള നമുക്ക് ഫീച്ചേഴ്സൊക്കെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതേ ഫീച്ചേഴ്സ് ഈ പറഞ്ഞ DeepSeek ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾ നോക്കണം, അതായത് ഇതിൻ്റെയും കാട്ടി ഭയങ്കര ഭയങ്കര ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു UI ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ആക്കി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഫ്രീ ആയിട്ട് ആ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ ഇതിൽ കിട്ടുമ്പോൾ ആരെങ്കിലുമൊക്കെ ChatGPT പോയിട്ട് വാങ്ങൂടെ ഇതിന് പ്ലാൻ, അല്ലെങ്കിൽ ChatGPT പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നഷ്ടത്തിലാണ് ഓടുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവന്മാരൊക്കെ ഇതുപോലെ ചൈന അറിയാമല്ലോ, എന്ത് വന്നാലും അത് ആ രീതിയിൽ കൊണ്ടുവരും. അവർക്കൊരു സാധനം ചെയ്യാൻ തന്നെ ഭയങ്കര എക്സ്പെൻസൊക്കെ ഭയങ്കര കുറവാണ്. ഇപ്പോൾ ഒരു എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ തുടങ്ങാൻ വേണ്ടിയിട്ട് അവർക്ക് ഭയങ്കര എക്സ്പെൻസൊക്കെ കുറവായിട്ടാണ് പറയുന്നത്. അപ്പോൾ ChatGPTക്ക് നല്ല പണി കിട്ടി. ഇവരെയും കാട്ടിയും ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ മാത്രം മതി. DeepSeek എന്നാണ് അതിൻ്റെ പേര്, പുതിയൊരു AI ആണ്. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് യൂസ് ചെയ്ത് താഴെ കമൻറ്റ് ചെയ്യുക. ഇൻഫിനിക്സിൻ്റെ Smart 9 HD എന്ന് പറഞ്ഞാൽ പുതിയൊരു ഫോൺ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തു. ഒരു 6200 രൂപയാണ് ഇതിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞത്. ആ ഒരു പ്രൈസ് പോയിൻ്റില്ല, എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസൈനാണ്. ഒരു 6000 രൂപയുടെ ഫോൺ നമ്മൾ കാണുന്ന ഡിസൈൻ എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഡിസൈനൊക്കെ ഉള്ള ഒരു മോഡൽ ഇപ്പോൾ ഉണ്ട്. ഒരു സർക്കിൾ ക്യാമറ മൊഡ്യൂളൊക്കെയാണ്, അതായത് പോക്കോയുടെ ഫോണിലൊക്കെ കണ്ടുവരാറുള്ളത്. ബട്ട് ഇതിൻ്റെ ഒരു ക്യാമറ മൊഡ്യൂളും അല്ലെങ്കിൽ സെൻട്രൽ അലൈൻ ആയിട്ടുള്ള പഞ്ച് ഹോൾ ക്യാമറ മൊഡ്യൂളൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. ഭയങ്കര ഒരു 6000 രൂപയുടെ ഫോണെന്ന് ആരും പറയില്ല. കണ്ടത് ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും ഒരു 2 ലക്ഷത്തോളം ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ആരും നിലത്തിടാൻ വേണ്ടി പോകുന്നില്ലല്ലോ. എന്നാൽ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉണ്ട് എന്നാണ് അതിൽ കൂടെ പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും നല്ല സ്പെസിഫിക്കേഷൻസൊക്കെയാണ്. അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ അടുത്ത ദിവസം ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസം ആ ഒരു വീഡിയോ വരുന്നതായിരിക്കും, നിങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ആ ഒരു പ്രൈസ് പോയിലൊക്കെ ആരെങ്കിലുമൊക്കെ ഫോൺസൊക്കെ ഇപ്പോൾ വാങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഫോൺ കൂടെ നോക്കോട്ടോ, നല്ലൊരു മോഡലാണ്. ആ ഒരു പ്രൈസ് പോയിന്റിൽ ഭയങ്കര നല്ല മോഡലാണ്. ഇൻഫിനിക്സ് ബ്രാൻഡ് എന്ന രീതിയിൽ അങ്ങനെ ബ്രാൻഡ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ അങ്ങനെ ബ്രാൻഡ് നോക്കേണ്ട കാര്യമില്ല.
ബാക്കി എല്ലാ ഫോണും അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ വലിയ സംഭവമായിട്ടൊന്നും ആ ഒരു പ്രൈസ് പോയിന്റ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇൻഫിനിക്സ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, ആ ബഡ്ജറ്റിൽ കുഴപ്പമൊന്നുമില്ല ഫോൺസൊക്കെ തന്നെ. പിന്നീട് ഐക്യൂടെ നിയോ 10R ഒഫീഷ്യലായിട്ടുള്ള പോസ്റ്ററൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അതായത് ഈ മാസം അടുത്ത മാസം ഫെബ്രുവരി ഒരു 1-2 വീക്കിൽ എന്തായാലും ഈ ഒരു ഫോൺ ഇറങ്ങും. അപ്പോൾ ഇതിൽ വരുന്നത് കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 8s Gen 3 എന്ന ചിപ്സെറ്റ് ആയിരിക്കും ഇതിൽ വരുന്നത്. ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസ് ഒക്കെ തന്നെ നമ്മൾ അപ്കമിങ് വീഡിയോസിൻ്റെ അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോയിട്ട് നോക്കുക. അത്യാവശ്യം നല്ല മോഡലാണ്, 30K റേഞ്ചിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. IQ ഫോൺസ് അറിയാമല്ലോ, ഇറക്കുന്നുണ്ടെങ്കിൽ ആ ബഡ്ജറ്റിലെ വൺ ഓഫ് ദി ബെസ്റ്റ് വാല്യൂ ഫോൺ മണി എന്ന രീതിയിലായിരിക്കും IQ ഫോൺസ് ഒക്കെ വരാറ്. ഇതും അങ്ങനെ തന്നെ ആയിരിക്കും. ഡിസൈൻ വൈസൊക്കെ നമ്മൾ IQ 30 കണ്ട ആ ഒരു ടിപ്പിക്കൽ ഡിസൈൻ തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നും കാണാനില്ല. അപ്പം അതും അടുത്ത മാസം ആ ഒരു ഫോൺ കൂടെ വരുന്നുണ്ട്. പിന്നീട് പോക്കോയുടെ F7 Proയും X7 Ultrയും ഇന്ത്യയിലേക്ക് വരില്ല. F7 വരും, അത് ചിലപ്പം ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോൾ F7 എന്തായാലും ഇന്ത്യയിലേക്ക് വരും. F7 Proയും Ultrയും ഇന്ത്യയിലേക്ക് വരുന്നില്ല. പിന്നീട് അതുപോലെ തന്നെ വിവോയുടെ V50 സീരീസ് ഈ ഒരു അടുത്ത മാസം, എനിക്കല്ല ഈ മാസം, ഈ മാസം കഴിഞ്ഞിട്ടില്ല, അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സോറി. അപ്പോൾ അടുത്ത മാസം ഫെബ്രുവരിയിൽ വിവോയുടെ V50 സീരീസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പേ എല്ലാ ഇവന്മാരും ഇറക്കിയത് എന്നുള്ളത്. ഇറക്കിയിട്ട് ഒരു 5-6 മാസമായി. നോർമലി ഒരു 5-6 മാസം കഴിയുന്നതോറാണ് ഇവർ ഈ പറയുന്ന സീരീസ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരാനുള്ള ടൈമായി. ഡിസൈൻ വൈസ് ഒന്നും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല, നമ്മൾ നോർമലി കണ്ട പോലത്തെ ഡിസൈൻ തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് മാസം മുമ്പ് ഇറക്കിയ ഡിസൈൻ തന്നെ ആയിരിക്കും, വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ആ ഒരു ഫോൺ കൂടെ അടുത്ത മാസം എന്തായാലും വരും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ പറയുന്ന ടെക് വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഗൈസ്, വീഡിയോ പറ്റിയുള്ള ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക, എങ്ങനെ ഉണ്ട് എന്നുള്ളത്. നമ്മളെ വീഡിയോയുടെ ക്വാളിറ്റി ആണെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യാം. ഞാൻ പറയുന്ന രീതിയിൽ എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മൾ എന്തായാലും അത് മാറ്റുന്നതായിരിക്കും. കാരണം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിയാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആരെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫ്രം അഭിനവ് സൈനിങ് ഓഫ്. ബൈ.